സാധാരണ നമ്മൾ സിനിമയെക്കുറിച്ച് പറയുന്നതും അതിലെ താരങ്ങളുടെയും അതിന്റെ പിന്നാമ്പുറ കഥകളും ഒക്കെ പറയുന്നത് പോലെയല്ല, വ്യത്യസ്തമായൊരു കാര്യത്തെക്കുറിച്ചാണ്. കോടികൾ മുടക്കിയായിരിക്കും ഈ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി സെറ്റൊക്കെ ഇടുന്നതല്ലേ. സ്വാഭാവികമായിട്ടും ഷൂട്ടിംഗ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞങ്ങ് മടങ്ങുമ്പോൾ ഇതങ്ങ് പൊളിച്ചു മാറ്റുകയും ചെയ്യും. ഇതാണ് പൊതുവെയുള്ള സിനിമാക്കാരുടെ ഒരു രീതി. എന്നാൽ സിനിമാ സെറ്റിനായി യഥാർത്ഥ വീട് തന്നെ നിർമ്മിക്കുകയും അത് നിരാലംബരായ ഒരു കുടുംബത്തിന് കൈമാറുകയും ചെയ്ത കഥയാണ് കണ്ണൂരിൽ നിന്നുള്ളത്. അൻപോട് കൺമണി എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരാണ് വേറിട്ട മാതൃകയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടത്. ആരോഗ്യം, സന്തോഷം, സമാധാനം എല്ലാം പ്രദാനം ചെയ്യുന്നു. ഫെലിക്സ് പുളിക്കലാണ് നമ്മുടെ കൂടെയുള്ളത്. ഫെലിക്സെ, നല്ലൊരു കാര്യം തന്നെയാണ് ശരിക്കും ആ ഒരു അണിയറ പ്രവർത്തകർ ചെയ്തത്. കാരണം ഒരു സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സെറ്റൊക്കെ അങ്ങ് പൊളിച്ചു കളയുക എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ചിന്തിച്ചത്? പൂജ, തീർച്ചയായിട്ടും ഇത് മാതൃകയാണ്. കാരണം പൂജ പറഞ്ഞ പോലെ തന്നെ കോടികളൊക്കെ മുടക്കിയാണ് ഓരോ സെറ്റുകളൊക്കെ ഇടുന്നത്. അത് പിന്നെ അവസാനം പൊളിച്ച് കളയുമ്പോൾ അത്രയേറെ പൈസ മുടക്കി അത് കളയുകയാണ്. അപ്പോൾ അങ്ങനെ വേണ്ട എന്നതാണ് ഇവർ ചെയ്തൊരു തീരുമാനം. അതിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു വീട് വേണമായിരുന്നു. കണ്ണൂരിലായിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ. വിപിൻ പവിത്രൻ എന്നയാളാണ് ഈ സിനിമയുടെ നിർമ്മാതാവ്. അപ്പോൾ ഇങ്ങനെ ലൊക്കേഷൻ അന്വേഷിച്ച് പോയി. കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ എന്ന സ്ഥലത്ത് പോയി. അപ്പോൾ അവർക്ക് പറ്റിയ ലൊക്കേഷൻ കണ്ടു. അപ്പോഴാണ് ഒരു വീട് വേണം. അപ്പോൾ ആ വീട് സെറ്റിടാൻ ആദ്യം തീരുമാനിക്കുകയാണ്. അപ്പം 20 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ചെയ്തു. ഈ നിർമ്മാതാവായ ഈ വിപിൻ പവിത്രൻ അദ്ദേഹം ഒരു ബിൽഡറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പൈസ നമുക്കൊരു വീട് തന്നെ അങ്ങ് പണിയാലോ, അങ്ങനെയാണ് അത് മറ്റാർക്കെങ്കിലും കൊടുക്കുകയും ചെയ്യാലോ എന്നൊരു ആലോചന അവിടെയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് പാനൂർ എന്ന സ്ഥലത്ത് അവർക്ക് പറ്റിയ ലൊക്കേഷൻ കാണുകയും അവിടെ ഒരു പാവപ്പെട്ട ഒരു കുടുംബം താമസിച്ചിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ വീട് പണിയുകയാണെങ്കിൽ അവർക്ക് ഉപയോഗത്തിന് ശേഷം ഈ വീട് നൽകാമെന്നൊരു തീരുമാനത്തിലേക്ക് ആ നിർമ്മാതാവ് അതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകരും പ്രൊഡക്ഷൻ കൺട്രോളൊക്കെ എത്തുകയാണ്. നല്ല വീടാണ്, കാണാൻ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ചെറിയ വീടൊരു വലിയ വീട് തന്നെ അവർക്ക് നിർമ്മിച്ച് നൽകി. അവിടെ സിനിമ 21 ദിവസമായിരുന്നു ആ വീട്ടിൽ ഷൂട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ ശേഷം പാക്കപ്പിൻ്റെ അന്ന് സുരേഷ് ഗോപി കണ്ണൂരിലുണ്ടായിരുന്നു. അദ്ദേഹം വേറെ പരിപാടിക്ക് എത്തിയതാണ്. അപ്പോൾ സുരേഷ് ഗോപി കൂടി ക്ഷണിച്ചു. അങ്ങനെ സുരേഷ് ഗോപി കൂടി എത്തി. ഈ താക്കോൽ ആ കുടുംബത്തിന് കൈമാറിയത് സുരേഷ് ഗോപിയാണ്. അപ്പോൾ അങ്ങനെ വലിയ സന്തോഷമായി മാറി ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ